നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. സങ്കീർത്തനക്കാരൻ 22-ാം സങ്കീർത്തനം അതിൻ്റെ 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിൻ്റെ സകല സന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ, ഇസ്രായേലിൻ്റെ സർവ സന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. 3 പ്രധാന കാര്യങ്ങളാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. 1, ദൈവത്തെ സ്തുതിപ്പീൻ. 2, ദൈവത്തിന് മഹത്വം കൊടുപ്പീൻ. 3, ദൈവത്തെ ഭയപ്പെടുവീൻ. ഈ 3 കാര്യങ്ങളും ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്, അത്യന്താപേക്ഷിതമായിരിക്കുന്ന കാര്യമാണ്. ഇവിടെ ആരൊക്കെയാണ് ദൈവത്തെ സ്തുതിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്? ആരൊക്കെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പറഞ്ഞിരിക്കുന്നത്? ആരൊക്കെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത് എന്നത് ഇവിടെ ഭക്തൻ വ്യക്തമാക്കുകയാണ്. 1, യഹോവ ഭക്തന്മാരെ ദൈവത്തെ സ്തുതിക്കണം. 2 കാര്യങ്ങളാണ് ദൈവത്തെ സ്തുതിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. 1, ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും സ്തോത്രത്തിനും യോഗ്യനായ ദൈവത്തെ സ്തുതിക്കുക എന്ന് പറയുന്നത് ഒരു ഭക്തൻ്റെ കർത്തവ്യമാണ്, അവൻ്റെ കടമയാണ്. 2, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ദൈവത്തിന് നന്ദി കരേറ്റിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ ഒരു ഭക്തന് തീർച്ചയായും കടപ്പാടുണ്ട്. അവൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണ്. അപ്പോൾ യഹോവ ഭക്തന്മാർ ദൈവത്തെ സ്തുതിക്കണം. 2, ഇവിടെ നമ്മൾ കാണുവാൻ കഴിഞ്ഞത് യാക്കോബിൻ്റെ സകല സന്തതികളുമായുള്ളവരെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും. എന്താണ് അങ്ങനെ എടുത്ത് പറഞ്ഞത്? യാക്കോബിൻ്റെ സകല സന്തതികളും. യാക്കോബിൽ ഉത്ഭവിച്ച 12 ഗോത്രങ്ങൾ, ഗോത്രപിതാക്കന്മാർ, തൻ്റെ കുടുംബാംഗങ്ങൾ അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരണം. അതിൻ്റെ അകത്ത് നമുക്കൊരു കാര്യം കാണുവാൻ കഴിഞ്ഞു. ദൈവത്താൽ ദൈവികമായ ഉദ്ദേശത്തിനു വേണ്ടി വേർതിരിക്കപ്പെട്ട, വാഗ്ദത്ത കനാനിലേക്ക് ചേർതിരിക്കപ്പെട്ട ദൈവജനമായിരിക്കുന്ന ഇസ്രായേൽ യാക്കോബിൽ നിന്ന് ഉത്ഭവിച്ചു. യാക്കോബാണ് ഇസ്രായേൽ ആയത് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ലേവ്യ കുടുംബം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്താൽ വേർതിരിക്കപ്പെട്ട ജനം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ആമേൻ, ദൈവമക്കൾ എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്ന സകല ദൈവജനവും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുവാൻ നമ്മെല്ലാവരും കടപ്പെട്ടവരാണ് എന്നത് സത്യം നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 3-മതായി നമുക്ക് കാണുവാൻ കഴിയും ഒരു വാക്ക് ഉപയോഗിക്കുന്നു: ഇസ്രായേലിൻ്റെ സർവ്വ സന്തതികളുമായുള്ളവർ. ഇസ്രായേലിൻ്റെ പഴയ നിയമപ്രകാരമുള്ള വാഗ്ദത്ത സന്തതികൾ, അവൻ ദൈവ സന്തതികൾ മുഴുവനും, ഗോത്രമായി, കുലമായി, കുടുംബമായി സകല സന്തതികളും ദൈവത്തെ അവൻ ഭയപ്പെടണം എന്ന് ഓർപ്പിക്കുകയാണ്. അത് ഈ 3 കാര്യങ്ങളിനകത്ത് നമ്മൾ പഠിച്ചു വരുമ്പോൾ, അതിൻ്റെ പുതിയ നിയമ പൊരുളിലേക്ക് വരുമ്പോൾ, സകല ക്രൈസ്തവ ജനങ്ങളും സകല ദൈവജനവും സകല ക്രിസ്ത്യാനികളും എന്നെടുക്കത്തിൽ പറയട്ടെ, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ഒന്നുകൂടെ ഞാൻ പറയുന്നു, സകലരും എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെടണം. സ്തോത്രം. സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം
ആമേൻ 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 നിത്യനായ ദൈവം വിവിധ നിലയിൽ നമുക്ക് ആ ദൈവത്തെ വർണ്ണിപ്പാൻ കഴിയുന്നു, ദൈവ സ്വഭാവത്തെ വിവരിപ്പാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തെ എല്ലാവരും ഭയപ്പെടണം, ബഹുമാന പുരസ്കരം ഭയഭക്തിയോടെ സ്തോത്രം ദൈവത്തെ ആരാധിക്കുന്നവരായി തീരണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ആമേൻ. ലോകത്തിൽ മഹത്വം കൊടുക്കുവാൻ, ലോകത്തിൽ പുകഴുവാൻ, എടുത്തു പറയുവാൻ നമുക്കാരുടെയും നാമമില്ല. നമുക്കൊരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. ആമേൻ. യേശു ക്രിസ്തു എന്ന നാമം. കർത്താവിനെ സ്വതന്ത്രം മഹത്വപ്പെടുത്തുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ ഈ ആയുസ് ഉപയോഗിക്കുവാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ സകല ജനവും സ്വതന്ത്രം വാഗ്ദത്തം പഴയ നിയമ ഇസ്രായേലിനോട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം. അതുപോലെ തന്നെ പുതിയ നിയമ ഇസ്രായേലായിരിക്കുന്ന പുതിയ നിയമ ദൈവമക്കൾ എല്ലാവരും സകല മക്കളും ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ വിശ്വസിക്കുന്ന സകലരും ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വതന്ത്രം ദൈവത്തെ ഭയമുള്ളവരായി ദൈവസന്നിധിയിൽ ബഹുമാനത്തോടുകൂടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തന്ന ഓരോ ദിവസങ്ങളും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവഭയത്തോടെ ജീവിപ്പാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.